ബഹുമാന്യായ മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ടുള്ള 6ാമത് പ്രവാസി സംഗമമാണ് അബുദാബിയിൽ ഇപ്പോൾ നടക്കുന്നത്. 5 സംഗമത്തിൽ നിന്നും മറ്റൊരു വ്യത്യാസം ഞാനിവിടെ കാണുന്നത്, അബുദാബിയിലെ ഭരണാധികാരികൾ മലയാള സമൂഹത്തെ എത്രമാത്രം ചേർത്തു പിടിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ നേരിട്ട ഉദാഹരണമാണ് ഇവിടെ കണ്ടത്. ഹിസ് എക്സലൻസി ഷെയ്ഖ് നയാൻ ബിൻ മുബാറക് അൽ നയാൻ, UAE മിനിസ്റ്റർ ഓഫ് ടോളറൻസ് ആൻഡ് കോഎക്സിസ്റ്റൻസ്, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേരളത്തിലെ ജനങ്ങൾക്കും പ്രവാസികളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആത്മവിശ്വാസം നൽകുന്ന വാക്കുകളാണ്. നമ്മളോട് കാട്ടിയ വലിയ സ്നേഹം, കേരളത്തെ പറ്റി ഇത്രയും മനസ്സിലാക്കി കേരളത്തിൻ്റെ വളർച്ചയെ വിശദീകരിക്കുക, ഭാവി നല്ല പ്രതീക്ഷ കേരളത്തിൽ നൽകുക, നമ്മളോട് സഹകരിക്കാൻ വേണ്ടിയുള്ള പ്രഖ്യാപനം നടത്തുക. അദ്ദേഹത്തെ ഞാൻ സംസ്ഥാനത്തിന് വേണ്ടി ആത്മാർത്ഥമായി ഇവിടെ എല്ലാ സ്നേഹവും നന്ദിയും നമ്മുടെ സമൂഹത്തിന് വേണ്ടി അറിയിക്കുകയാണ്. നിങ്ങളെല്ലാവരും ബഹുമാന്യായ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഈ 6 യോഗങ്ങൾക്ക് മുമ്പും ഓരോ രാജ്യത്തെയും ഭരണാധികാരികളുമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചർച്ച ചെയ്യുകയുണ്ടായി. ആ ചർച്ചയിൽ ഏറ്റവും പ്രധാനമായി ഉയർന്നു വന്ന ഒരു കാര്യം കേരളത്തിൻ്റെ ഭാവി വികസനത്തിൽ ഈ രാജ്യങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നതാണ്. ഈ 6 യോഗങ്ങൾക്കിടയിലും പ്രവാസി മലയാളികളായ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചർച്ച ചെയ്തു. വളരെ ഫലപ്രദമായിരുന്നു. ഒരുപക്ഷെ ഈ ചർച്ചയെല്ലാം ഗവൺമെൻറ് തലത്തിൽ നമ്മളെ സഹായിക്കാൻ നമ്മോടൊപ്പം ഈ ദിവസങ്ങളിൽ സഞ്ചരിച്ചത് നമ്മുടെ എല്ലാം ആരാധ്യനായ യൂസഫ് അലി സാറിൻ്റെ പിന്തുണയാണ്. അതിനും ഞാനൊരു നന്ദി ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള സാധ്യതകളെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന ഒരു വസ്തുത ഈ സന്ദർശനത്തിൻ്റെ ഭാഗമായി നമ്മളെല്ലാവരും കാണും. ആ വസ്തുതയിൽ നിന്നുകൊണ്ട് 2031 കേരളത്തിൻ്റെ ഒരു മിഷൻ കേരളത്തിലെ ഗവൺമെൻറ് തയ്യാറാക്കുമ്പോൾ ലോകത്തിലെ ഒരു അർദ്ധ വികസിത രാജ്യത്തോടൊപ്പം അതിനേക്കാൾ മുന്നിൽ 2031 ആകുമ്പോൾ കേരളത്തെ നയിക്കാൻ ഈ രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകളുടെയും അതുപോലെ തന്നെ വ്യാവസായിക രംഗത്തെ പ്രമുഖരുടെയും പിന്തുണ ഉണ്ടാക്കാൻ നിങ്ങളുടെ എല്ലാം പിന്തുണ ഉണ്ടാകണമെന്ന് ഞാൻ വിനയപൂർവ്വം നിങ്ങളോട് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. മലയാള മിഷനെ സംബന്ധിച്ച് ഒരു വാക്കുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 15 വർഷം കൊണ്ട് കേരള സർക്കാരിന് കീഴിലുള്ള സാംസ്കാരിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും ബൃഹത്തായ ഒരു പ്രവാസി കൂട്ടായ്മയാണ് മലയാള മിഷൻ. 60 രാജ്യങ്ങളിലും 22 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുമായി 121 ചാപ്റ്ററുകൾ മിഷന് കീഴിൽ പ്രവർത്തിക്കുന്നു. 3159 പഠന കേന്ദ്രങ്ങളിലായി നിലവിൽ 84,013 കുഞ്ഞുങ്ങൾ പഠിതാക്കൾ മലയാള ഭാഷ പഠിപ്പിക്കുന്നു. വിവിധ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന 6,899 ഭാഷാ സ്നേഹികൾ സന്നദ്ധ സേവനം നിർവഹിച്ചുകൊണ്ട് പഠന പ്രവർത്തനം നേതൃത്വം നൽകുന്നു. അതിൻ്റെ ഭാഗമായി അബുദാബിയിൽ 1800ഓളം കുഞ്ഞുങ്ങൾക്ക് സൗജന്യമായ വിദ്യാഭ്യാസം നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെ ഞാൻ ആത്മാർത്ഥമായി ഇവിടെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. മലയാള മിഷൻ്റെ കണിക്കൊന്ന എന്ന കോഴ്സ് സംസ്ഥാന ഗവൺമെൻറ് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അംഗീകരിക്കുകയും PSC പരീക്ഷയ്ക്ക് തത്തുല്യമായ പരീക്ഷയെ അതിനെ അംഗീകരിച്ചുകൊണ്ട് തുല്യതാ സർട്ടിഫിക്കറ്റ് നേടുന്നതിന് 150 കുട്ടികൾ പരീക്ഷ എഴുതി തുല്യതാ സർട്ടിഫിക്കറ്റ് നേടി. രണ്ടാമത്തെ പരീക്ഷയിൽ 143 കുട്ടികൾ നേടി. വിദേശ രാജ്യത്ത് നിങ്ങൾ പോയി ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കേരളത്തിൽ ഒരു ജോലി കിട്ടാൻ, PSC വഴി ഒരു ജോലി കിട്ടാൻ ഗ്യാരണ്ടിയാണ് പിണറായി വിജയൻ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന ഈ മലയാള മിഷൻ വഴിയുള്ള പ്രവർത്തനം.
ഇത് നമുക്ക് വ്യാപിപ്പിക്കണം. 2031 മിഷനിൽ ലോകത്തെവിടെല്ലാം മലയാളി ഉണ്ടോ അവിടെല്ലാം മലയാള മിഷൻ എന്ന ഈ ബൃഹത്തായ പ്രസ്ഥാനത്തെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണം. ഞാൻ ദീർഘമായി പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അബുദാബി അധികം അകലെയല്ല, കേരളത്തോട് അടുത്ത് നിൽക്കുന്ന സ്ഥലമാണ്. ദീർഘകാലമായിട്ടുള്ള വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ നമ്മളും അബുദാബിയുമായിട്ടുണ്ട്, UAE-യുമായിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വികാസത്തിൽ, വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൊക്കെ ഈ നാട് നൽകിയ സംഭാവനകൾ, സേവനങ്ങൾ, സഹായങ്ങൾ നന്ദിപൂർവ്വം നമ്മൾ ഓർക്കുന്നു. ഈ രാജ്യത്തിൻ്റെ വികസനം നമ്മളും ഒരുപാട് സംഭാവന നൽകി വരുന്നു. നമ്മുടെ കൂടുതൽ ഐക്യവും ദൃഢമായ സ്നേഹബന്ധങ്ങളും നമ്മുടെ പ്രതിബദ്ധതയും പരസ്പര ബന്ധവും ശക്തിപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും കഴിയണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് നൽകുന്ന ഈ ഭരണകൂടത്തിൻ്റെ എല്ലാ സേവനത്തിനും വീണ്ടും ആത്മാർത്ഥമായി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.